നമസ്കാരം, ഞാൻ ഷാലു വിനു. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ റെസിപ്പി നല്ല നാടൻ രുചിയിലുള്ള ഒരു മത്തങ്ങ തോരനാണ്. നമ്മൾ മത്തങ്ങ കറിയും മത്തങ്ങ എരിശ്ശേരിയും ഒക്കെ എങ്ങനെയാണ് വെക്കുന്നതെന്ന് ഓൾറെഡി ഒരു വീഡിയോയിൽ കണ്ടിരുന്നു. പക്ഷേ ഈ മത്തങ്ങ വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരൻ എങ്ങനെ പെട്ടെന്ന് ചെയ്തെടുക്കാം എന്നാണ് ഇന്ന് ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. ഈ ഒരു തോരനും തൈരും ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ചൂട് കുത്തരി ചോറിൻ്റെ കൂടെ അടിപൊളിയായിട്ട് ഒരു ഊണ് കഴിക്കാം. ഞാൻ ഇതിനു വേണ്ടിയിട്ട് മത്തങ്ങ ഇതേപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊരു 2 കപ്പ് ഉണ്ടാവും. ഇതിനു വേണ്ടിയിട്ട് 1/2 കപ്പ് തേങ്ങ വേണം, 3 പച്ചമുളക്, കറിവേപ്പില, ഒരു വെളുത്തുള്ളി. വെളുത്തുള്ളിയുടെ അളവ് ഒരുപാട് കൂടാൻ പാടില്ല, ജസ്റ്റ് ഒരെണ്ണം മതിയാവും. പിന്നെ ഒരല്പം സവാള ചെറുതായിട്ട് അരിഞ്ഞത് വേണം. ചുവന്നുള്ളി ഉണ്ടെങ്കിൽ അതെടുക്കണേ. 1/2 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, താളിക്കാനായിട്ട് കടുകും വറ്റൽമുളകും വേണം. നമുക്ക് ആദ്യം തന്നെ ഒരു അരപ്പ് റെഡിയാക്കണം. അതിനു വേണ്ടിയിട്ടൊരു മിക്സിയിലേക്ക് പച്ചമുളകും കറിവേപ്പിലയും ഒരു വെളുത്തുള്ളിയും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും എടുത്തു വെച്ചിരിക്കുന്ന 1/2 കപ്പ് തേങ്ങയും ഒരു മിക്സിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മളിതെല്ലാം കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് കറക്കിയെടുക്കുന്നേ ഉള്ളൂ. ഇതൊരുപാട് അരയാൻ പാടില്ല. ഇപ്പം നമ്മളിതൊന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ജീരകം കൂടെ ചേർത്ത് നമുക്കിതെല്ലാം കൂടെ ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുക്കാം. ജീരകം ആദ്യമേ തന്നെ ചേർത്തിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് ഇതേപോലെ ഒന്ന് കറക്കിയെടുത്താൽ മതിയാവും. ഇനി നമുക്ക് തോരൻ റെഡിയാക്കാനായി വെളിച്ചെണ്ണ ഒരു പാനിൽ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. ഈ കടുകൊക്കെ ഒന്ന് പൊട്ടി വരണം. ഇനി നമുക്കിതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് സവാള അരിഞ്ഞത് കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ചുവന്നുള്ളി ഉണ്ടെങ്കിൽ തോരനൊക്കെ ഏറ്റവും ടേസ്റ്റ് തരുന്നത് ചുവന്നുള്ളി ആയിരിക്കും. അതില്ലാത്തത് കൊണ്ട് ഞാനിവിടെ സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് വളരെ കുറച്ചേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കണം. ഇതൊരുപാട് വഴണ്ടിട്ട് ഗോൾഡൻ ബ്രൗൺ കളറൊന്നും ആവേണ്ട ആവശ്യമില്ല. നമുക്ക് ചെറുതായിട്ടൊന്ന് വഴണ്ടി കിട്ടിയാൽ മതി. ഈ സവാളയൊക്കെ എണ്ണയിൽ കിടന്നൊന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മത്തങ്ങ ചേർത്ത് കൊടുക്കാം. ഈ മത്തങ്ങ ചേർത്തതിന് ശേഷം നമുക്കിത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് നമ്മൾ ഈ തോരൻ ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ മത്തങ്ങയിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതെല്ലാം കൂടെ നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് അരപ്പും കൂടെ ചേർത്ത് മൂടി വെച്ചൊന്ന് വേവിച്ച് ഒന്ന് ഇളക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മളിതിലേക്ക് ഒട്ടും വെള്ളം ഒഴിച്ചിട്ടില്ല. ഇതിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങുന്നുണ്ട്. ഇനി നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ശരിക്കും ഈ മത്തങ്ങയൊക്കെ ഇതേപോലെ നമ്മൾ തോരനാക്കി എടുക്കുമ്പോൾ കപ്പയൊക്കെ വേവിക്കുന്ന ഒരു ടേസ്റ്റും സ്മെല്ലും ഒക്കെയാണ് വരുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു നാടൻ രീതിയിലൊരു കിടുക്കൻ തോരനാണിത്. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ആവശ്യമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഉപ്പ് കൂടെ ചേർത്തിട്ട് ഇതൊന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഇതൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെക്കണം. വച്ചിട്ട് ഇതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം.
ഇപ്പോൾ നമ്മൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് ഏകദേശം ഒരു 10 മിനിറ്റ് എടുത്ത് ഞാൻ മൂടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. നിങ്ങൾ ഒരു 5 മിനിറ്റിന് ശേഷം ഒന്ന് തുറന്ന് നോക്കണം. ചില മത്തങ്ങയൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടും, ചിലതൊക്കെ വേവാൻ കുറച്ചുകൂടെ സമയമെടുക്കും. അപ്പോൾ നമ്മളിതൊന്ന് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കിയിട്ട് ഇത് വെന്തോ എന്ന് നോക്കണം. ജസ്റ്റ് സ്പൂൺ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്യുമ്പം അത് സോഫ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ വെന്തിട്ടുണ്ടാവും. ഇപ്പോൾ വെന്തിട്ടില്ല, അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ ഒന്ന് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് കൂടെ വേവിച്ചെടുക്കണ്ടേ. ഇപ്പം നല്ലൊരു മണം വരുന്നുണ്ട്. നമ്മൾ കപ്പയൊക്കെ വേവിക്കുമ്പോഴുള്ള ഒരു മണമാണ് ഈ സമയത്ത് വരുന്നത്. ഇപ്പം നമ്മുടെ മത്തങ്ങയൊക്കെ ആവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇത് ഒരുപാട് കുഴഞ്ഞു പോകാൻ പാടില്ല, പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിലേക്ക് നമ്മൾ ഒട്ടും വെള്ളവും ചേർക്കാൻ പാടില്ല. ഞാനിതിലേക്ക് ഒരല്പം കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് കുറവായിരുന്നു, അതുകൊണ്ട് ഉപ്പ് കൂടി ചേർത്തിട്ട് നമുക്കിത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നിങ്ങൾ തുറക്കുന്ന സമയത്ത് ഇതിലൊരല്പമെങ്കിലും വെള്ളം ഉണ്ടെങ്കിൽ വീണ്ടും നമ്മളൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തുറന്ന് വെച്ച് തന്നെ ഈ വെള്ളമൊക്കെ വറ്റിച്ചിട്ട് ഇതൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. ഇപ്പം നമുക്ക് ഇതിലെ വെള്ളമൊക്കെ നല്ലതുപോലെ വറ്റി ഡ്രൈ ആയിട്ട് ഈ മിക്സൊക്കെ ഈ മത്തങ്ങയിൽ നല്ല പോലെ ഒന്ന് പിടിച്ച് നല്ല പെരണ്ട് വന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള മത്തങ്ങ തോരൻ റെഡി ആയി കഴിഞ്ഞു. നിങ്ങൾ മത്തങ്ങയൊക്കെ ഇതേപോലെ തോരൻ ഒരു തവണയെങ്കിലും ഒന്ന് ചെയ്ത് നോക്കണം. ഇതിൻ്റെ ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷൻ നല്ല ചൂടുള്ള കുത്തരി ചോറും തൈരും പിന്നെ ഈ മത്തങ്ങ തോരനുമാണ്. ഒരല്പം അച്ചാറൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ ഊണ് കുശാലായി. അപ്പോൾ ഇതെന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.